എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലീഫിൻ്റെ ഡിസൈനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചത് ഇതുപോലെ ഒരു അറ്റം കുറച്ച് വീതി കൂടിയ ലീഫായിരുന്നു, ഒരു സൈഡ് ഊരിണ്ടിട്ടുള്ള ലീഫായിരുന്നു. ഇന്ന് കാണിക്കുന്നത് രണ്ട് സൈഡിലും കുറച്ച് വീതി കുറഞ്ഞ് നടുക്ക് വീതി കൂടിയ പോലത്തെ ലീഫാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ഇടണം. ഒരു ലൈന് വരച്ചിട്ട് വേണം ചെയ്യാൻ. ആദ്യമൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ഇതുപോലെ ലൈന് വരച്ചിട്ട് വേണം ചെയ്യാൻ. ഈ സ്റ്റിച്ച് നമ്മൾ ഇടേണ്ടത് 0 to 5, 5 to 0 അതുപോലെയാണ്. ലീഫിൻ്റെ നടുക്ക് എത്തുമ്പോൾ നമ്മൾ 0 to 5 വരെ എത്തിയിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് 5 to 0. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു ഷേപ്പ് വരും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ആദ്യം റണ്ണിങ് സ്റ്റിച്ചിൽ ഇതുപോലെ മുകളിൽ പോകണം. 0 to 5, 5 to 0 ഇങ്ങനെ. പിന്നെ റണ്ണിങ് സ്റ്റിച്ചിൽ പോകണം. 0 to 5, 5 to 0. Zero to 5, 5 to 0. കുറച്ച് ചെറിയ ലീഫ് വേണമെങ്കിൽ 0 to 3, 3 to 0 അങ്ങനെയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിലെ നമ്പർ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. അത് നമ്മുടെ മൈൻഡിലുണ്ടായാൽ മതി. അത് നോക്കിക്കൊണ്ടിരുന്നാൽ ഇവിടെ ഡിസൈൻ ശരി വരില്ല. ഇനി ഇതേ ഡിസൈന് കുറച്ച് നീളത്തിലൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഇപ്പോൾ ചെറുതായിട്ട് ഇടാൻ പഠിച്ചാൽ മതി. പഠിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ അത് അറിയും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. ഞാൻ ഒരു ചെറിയൊരു ഡിസൈൻ ഇതുപോലെ ലീഫ് ഇട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് ഷാർപ്പ് വരണം. ഇതുപോലത്തെ ലീഫാണത്. ഇത് 0 to 5, 5 to 0 അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഒരു ലീഫിൽ നിന്ന് ഇനിയൊരു ലീഫിൻ്റെ അടുത്തേക്ക് റണ്ണിങ് സ്റ്റിച്ചിലാണ് പോകേണ്ടത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരോട് ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ എല്ലാ ഡിസൈനും 0 to 5, 5 to 0 അങ്ങനെയാണ് ചെയ്തത്. ആദ്യം ചെയ്യുമ്പോൾ ഇത് നല്ല ഫിനിഷിംഗ് ഒന്നും വരില്ല. ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത പിന്നെയാണ് ഒരുമാതിരി ഫിനിഷിംഗ് ഒക്കെ വരുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പഠിക്കുന്ന സമയത്ത് ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല.
ഒരു ലീഫ് ഒരു തവണ ചെയ്ത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇനിയൊരു തവണ ചെയ്താൽ മതി, ശരിക്കും ഷേപ്പ് വരും. അത് കഴിഞ്ഞ് ഞാൻ ഫ്ലവർ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. റെഡ് കളറിലുള്ള സിൽക്ക് ത്രെഡ് എടുത്തിട്ട് എൻ്റെ വിരലിൽ 4 വിരലിൽ ചുറ്റുന്നുണ്ട്. അത് വീഡിയോയിൽ വന്നില്ല, ഞാൻ ഒരു സൈഡായിപ്പോയി, ഞാൻ കാണുന്നുണ്ടെന്ന് കരുതി. പക്ഷേ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. 4 വിരലിൽ ഇതുപോലെ ചുറ്റണം. എത്ര വേണോ അത്ര ചുറ്റിയിട്ട് അവിടെ വെച്ചിട്ട് ഫ്ലവറിൻ്റെ സ്ഥലത്ത് വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ഇടണം. അത് കഴിഞ്ഞ് ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ഒരു കുറച്ച് സ്റ്റിച്ച് ഇതുപോലെ ഇട്ടാൽ മതി. അത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നോളും. എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞ് ആ വള്ളിക്കൊക്കെ ഞാൻ അതേ ഗോൾഡൻ കളറിൽ സ്റ്റിച്ച് ഇടുന്നുണ്ട് 1 നമ്പറിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ എല്ലാ ഫ്ലവറും ചെയ്യാം. റണ്ണിങ് സ്റ്റിച്ച് ഇടണം. അത് കഴിഞ്ഞ് കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ കുറച്ച് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കാം. ഇത് വേറെ വേറെ കളറിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഓരോരോ ഫ്ലവർ ഓരോരോ കളറിൽ ചെയ്യാം, അതും നല്ല രസമായിരിക്കും കാണാൻ. ഈ ഫ്ലവറൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, പഠിക്കുന്നവർക്കും ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഞാനൊരു ഗോൾഡൻ കളറിലുള്ള ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ വള്ളിയുടെ ഷേപ്പിനും ഗോൾഡൻ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കൊരു ലൈക്ക് അടിക്കണം. താങ്ക് യു.